ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഇലക്ട്രിസിറ്റി കോർപ്പറേഷനിലേക്ക്. കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് ആണ്, അതായത് സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമാണ് അവിടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്, സ്വന്തമായിട്ട് അവിടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 770/2025 ആണ്. ഓക്കെ. എൽഎസ്ഡി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി വിംഗ് ഓഫ് തൃശ്ശൂർ കോർപ്പറേഷൻ. അപ്പൊ ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇലക്ട്രിക്കല്, ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ബിടെക് ഇലക്ട്രിക്കല്, ബിടെക് ഇലക്ട്രോണിക്സ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സാം ഡേറ്റിന്റെ സമയത്ത്, അല്ല ഒരു എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്പർ ഓഫ് അപ്ലിക്കൻസ് പറയുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആർ ടി ഐ കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കിട്ടും. അപ്പൊ നമ്മളങ്ങനെ ആർ ടി ഐ കൊടുത്തപ്പോൾ കിട്ടിയ ഒരു ഡാറ്റയാണിത്. അത് കൂടാണ്ട് നമ്മൾക്കറിയാം ഓൾറെഡി അവിടെ എക്സാം കലണ്ടറിൽ ടെൻഡേറ്റീവ് മന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെ, 2026 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ സബ് എഞ്ചിനീയറിന്റെ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തതാണെങ്കിൽ ഇനിയും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങും. എന്തായാലും ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കലണ്ടർ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേപോലെ ടെൻഡേറ്റീവ് കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സബ് എഞ്ചിനീയറിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 770/2025 കേട്ടോ. 770/2025 ആകെ 830 അപ്ലിക്കൻസ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിൽ പല ഫാക്ടേഴ്സും ഉണ്ടാവാം. ഒന്നുകിൽ അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ്, അതിന് അങ്ങനെ ട്രാൻസ്ഫർ സാധ്യതകളില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ജോലി നോക്കേണ്ടി വരും. അല്ല, എനിക്ക് ഒരു ജോലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് കരുതുന്ന കുറെ പേര് ഈ ഒരു പോസ്റ്റിലേക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 8030 എന്നാലും 8030 അപ്ലിക്കൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കും ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് സ്വഭാവമായിട്ടൊന്ന് കൂടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ കെ എസ് സി ബി സബ് എഞ്ചിനീയർ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ 40,000 അടുത്തോ മറ്റോ ആണ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിൽ എനിക്കൊന്ന് കൺഫർമേഷൻ കൊടുത്ത ഏകദേശം 30,000 പ്ലസ്, എക്സാം എഴുതി ഏകദേശം 25,000 പ്ലസ്, അങ്ങനെ എന്തുവാണെന്ന് എന്റെ കണക്കൂട്ടലേക്ക്. അപ്പൊ ഇത് നമ്മളുടെ സബ് എഞ്ചിനീയർ തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ആകെ 8030 അപ്ലിക്കൻസ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മളുടെ സിവിലിന്റെ മെക്കാനിക്കലിന്റെ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പിന്നെ ചെയ്യാം, നമ്മളുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചാനൽ ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.